കൊച്ചേട്ടൻ്റെ കത്ത്. പറന്നു പറന്നു വരുന്നുണ്ട് പിറന്നാളിൻ്റെ കഥകൾ. പ്രിയ DCL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നുകൊണ്ടുപോയി. തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരുമഴ. വഴി ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും ചെമ്മണ്ണ് പാത. മഴ പെയ്യുമ്പോൾ ചെളി കുഴഞ്ഞ് മൺപാതയിലൂടെ ജീപ്പ് കയറ്റം കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളി. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരുമഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവരി മൗണ്ടിലെത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെയിൻറ് ജോസഫ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ചൊരു പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയല്ല. വളവും തിരിവും കുണ്ടും കുഴിയുമാണ്. വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടിലോറി വലിയ തടികളുമായി ഇഴഞ്ഞു നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാൻ ആവുന്നില്ല. ആകെ ടെൻഷൻ, കൂടെ കരച്ചിൽ. കുറേ കഴിഞ്ഞാണ് ഒന്ന് കയറിപ്പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കയത്തെത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ടക്കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇത് എന്ത് കഥയാണ്, ഇത് ആരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല. ഇത് എൻ്റെ പിറന്നാൾ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഇതാണ് കഴിഞ്ഞ 50ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ഛനും അമ്മച്ചിയും എല്ലാ പിറന്നാൾ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്ന പിറന്നാളിൻ്റെ കഥയാണിത്. കേട്ട് കേട്ട് കാണാപ്പാടമായിട്ടും കഴിഞ്ഞ വർഷവും ആദ്യം കേൾക്കുന്നത് പോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടും കൂടെ കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ അതിനെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പിറന്ന നാൾ ആർക്കാണ് ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്? പിറന്നാളിൽ നമുക്ക് അത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? എന്നിട്ടും നമ്മൾ ചെവിയുടെ കരയുന്നത് പോലെ നീണ്ട വായിൽ നിലവിളിക്കുകയായിരുന്നില്ലേ? പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുമുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ഡേ ആയിരുന്നോ? ഇത് വായിക്കുന്ന നിങ്ങൾ ഒന്നറിയണം. നിങ്ങളെന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കാൻ, നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമായിരിക്കാൻ നിങ്ങളറിയാതെ മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത് കണക്കില്ലാത്ത കഷ്ടപ്പാടുകളുടെയും ഓർമ്മയ്ക്കാണ് നമ്മൾ പലരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറന്നേക്കാം, എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിയും നമ്മുടെ അറിവിനെയും സുബോധത്തിനും മുമ്പ് കാട്ടിക്കൂട്ടിയ അസഹനീയമായ സകല വികൃതികളെയും അവർ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ചാച്ചൻ മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളിലുള്ള ഒന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേയുടെ ഓർമ്മകൾ പറന്നു വരുന്നുണ്ട്. ഈ ദിനത്തിലെ കാറ്റങ്ങളിൽ പോലും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. നിങ്ങളുടെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഥകൾ ഇന്ന് തന്നെ ചോദിച്ചറിയാൻ തുടങ്ങുക. അത് കേൾക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അറിയും ഇന്നത്തെ നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ആ അറിവാണ് മക്കളെ ജീവിതത്തിൻ്റെ നിറവ്. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.